ഹലോ ഫ്രണ്ട്സ്, ഇൻ്റർനെറ്റ് യൂസേജ് വൈഡ് സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരളവിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ തുടങ്ങി. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നിറയെ പേർക്കും സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നാൽ ഫ്ലുവൻസി. നമുക്ക് ഇംഗ്ലീഷ് അധികം ഫ്ലുവൻ്റായി കിട്ടാത്തതിനാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും സംസാരിക്കുമ്പോൾ നമ്മൾ പേടിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ശരി, എന്നാലും തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ പോയാൽ തന്നെ ഇതാണ് നൗണ്, ഇതാണ് പ്രോനൗണ്, ഇതാണ് അഡ്വർബ്, ഇങ്ങനെയുള്ള ഇംഗ്ലീഷിലുള്ള ഗ്രാമറിൻ്റെ റൂൾസൊക്കെ പറഞ്ഞ് നമ്മളെ നന്നായി കൺഫ്യൂസ് ആക്കും. നിങ്ങളെപ്പോഴെങ്കിലും ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ മലയാളത്തിൽ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് മലയാളത്തിലാണ് നമ്മുടെ മൈൻഡിൽ ആലോചിക്കുക. ഇതുകൊണ്ട് മലയാളം സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം തന്നെ നമുക്ക് സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ മലയാളത്തിൽ ആലോചിക്കും, എന്നിട്ട് ഇംഗ്ലീഷിലുള്ള അറിയാവുന്ന വാക്കുകൾ വെച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ട്രാൻസ്ലേഷൻ ഫേസ് ആണ് നമ്മുടെ ഫ്ലുവൻസി കുറയ്ക്കുന്നത്. ഷോർട്ടായി പറയുകയാണെങ്കിൽ നമുക്കെപ്പോഴും മലയാളത്തിൽ ആലോചിച്ചാണ് ശീലം. ആ ശീലം ഇംഗ്ലീഷിലോട്ട് ആലോചിക്കുന്നത് പോലെ മാറ്റിയാൽ തന്നെ ഫ്ലുവൻസി നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിരിക്കില്ല. അപ്പം ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ചില മെത്തേഡ്സിനെ പറ്റി നോക്കാൻ പോവുകയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ ദി പോസിറ്റീവ് പാത്ത് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്പർ 1, ബിക്കം ആൻ ഇന്റർനാഷണൽ കൺസ്യൂമർ. നിങ്ങൾ മലയാളം എങ്ങനെയാണ് പഠിച്ചതെന്ന് നന്നായി ആലോചിച്ച് നോക്കൂ. ചെറുപ്പം മുതൽ തന്നെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നന്നായി ആലോചിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ തന്നെ നോക്കി നിങ്ങൾ കോപ്പി ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇരിക്കാനും നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പഠിച്ചത്. അതായത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന വിഷയത്തെ നന്നായി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് പിന്നീട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത വിഷയത്തെ തെറ്റായി പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം കറക്റ്റാക്കി പഠിച്ചു. എന്നിട്ടൊക്കെയാണ് ഇന്ന് നിങ്ങൾ മലയാളം ഫ്ലുവൻ്റായി പറയുന്നത്. ശരി, നിങ്ങളിപ്പം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് കരുതുന്നു, അതിൽ ഫ്ലുവൻ്റ് ആകണമെന്നും കരുതുന്നു. അതിനെ നിങ്ങൾ ഇതേപോലെ ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്താൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ കൺസ്യൂമറായി മാറും. നമ്മൾ ചില ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടോ സിനിമയോ എന്ത് കണ്ടാലും മലയാളത്തിൽ അല്ല എങ്കിൽ അത് കാണാനേ നിൽക്കില്ല. എന്തിനാണ് കാണുന്നത്, ഒന്നും മനസ്സിലാവില്ല, മലയാളം ഡബ്ബിംഗ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യും. എന്നാൽ ശരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് കരുതിയാൽ ഈ ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്താലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. അതിൽ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ 4 കാര്യങ്ങൾ ചെയ്യണം. നമ്പർ 1, വാച്ച് മൂവീസ് ആൻഡ് പ്ലേ ഗെയിംസ്. അധികം ആളുകളും ഹോളിവുഡ് ഫിലിം കാണും, എന്നാലും അത് തന്നെ മലയാള ഡബ്ബിങ്ങിൽ കാണും. അവർ മലയാളം ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ ടോട്ടൽ അർത്ഥം തന്നെ മാറ്റും. ഇതിനാൽ ഇംഗ്ലീഷ് സിനിമകൾ ഇംഗ്ലീഷിൽ തന്നെ കാണുക. നിറയെ ആളുകൾക്ക് വീഡിയോ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. നിറയെ വീഡിയോ ഗെയിമിൽ ആ ഗെയിമിൽ വരുന്ന ഓഡിയോ കേട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ കളിക്കുന്ന പോലെ നമുക്കുണ്ടാകും. ഇങ്ങനെയുള്ള ഗെയിംസ് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് നന്നായി തന്നെ ഇമ്പ്രൂവ് ആകും. നമ്പർ 2, വാച്ച് കാർട്ടൂൺസ്. നിങ്ങൾക്ക് സിനിമയിൽ ഇംഗ്ലീഷ് മനസ്സിലാകാൻ കഷ്ടമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാർട്ടൂണുകൾ കാണാൻ വേണമെങ്കിൽ കാർട്ടൂണുകളിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസിയായി തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്പർ 3, യൂട്യൂബിലുള്ള എല്ലാ ഇംഗ്ലീഷ് വീഡിയോസും കാണുക, നിറയെ ഇംഗ്ലീഷ് സോങ്സും തന്നെ കേൾക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ കൺസ്യൂമറായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി തന്നെ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഒരു ഇൻ്റർനാഷണൽ കൺസ്യൂമറായി മാറിയതിനാൽ നമ്മൾ ഇംഗ്ലീഷ് ഒബ്സർവ് ചെയ്തു. എന്നാൽ ശക്തമായി നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമ്മുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ആകുകയുള്ളൂ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ചില മെത്തേഡ്സുകൾ നോക്കാം. നമ്പർ 1, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് കരുതുമ്പോൾ നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യാതെ ഏത് വിഷയത്തെപ്പറ്റി ആലോചിച്ചാലും ഇംഗ്ലീഷിൽ ആലോചിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മുടെ ഫ്ലുവൻസി ശക്തമായി ഇമ്പ്രൂവ് ആകും. കാരണം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും എല്ലാ കാര്യവും നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ആലോചിച്ചാൽ വളരെ ഈസിയായി നിങ്ങളുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാം. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല. കൂടാതെ ഇങ്ങനെ ആലോചിക്കുന്നത് മാത്രമല്ലാതെ ഇംഗ്ലീഷിൽ എഴുതാൻ ട്രൈ ചെയ്യൂ. ആലോചിക്കുന്നതിലും എഴുതുന്നതിലും വലിയ വ്യത്യാസമില്ല. കാരണം നിങ്ങൾക്കൊരു വിഷയം നന്നായി മനസ്സിലായാലാണ് അത് വേർഡ്സായി കൺവേർട്ടായി എഴുതാൻ പറ്റുകയുള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾ മുമ്പ് സിനിമ കണ്ട് ഒബ്സർവ് ചെയ്ത പോലെ നിങ്ങളെക്കൊണ്ട് സെൻറ്റൻസ് ഫോം ചെയ്യാനും പറ്റും. നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ ആലോചിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എവിടെയൊക്കെ സ്റ്റക്കാകുന്നോ അവിടെയൊക്കെ തന്നെ മാതൃഭാഷ യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഗ്രാജുവലി ഇംഗ്ലീഷിൽ ആലോചിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ സംസാരിച്ചാൽ ഇംഗ്ലീഷ് വേർഡ് വരും. നമ്പർ 2, ട്രെയിൻ യുവർ ടങ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ആലോചിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ട്രാൻസ്ലേഷൻ ഫേസ് കട്ടാകുന്നതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി നന്നായി ലഭിച്ച് നിങ്ങളുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ആകും. എന്നാൽ നിങ്ങൾ ശരിക്കും സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് ചില വാക്കുകൾ പറയുമ്പോൾ നാക്കൊന്ന് റോളാകും. ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ നാക്ക്, അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളുടെ നാക്കിനെ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ നാക്ക് റോളാകുന്നത് തടയാനുള്ള ബെസ്റ്റ് വേ എന്നത് ഇംഗ്ലീഷ് സോങ്സ് പാടുന്നതാണ്. ഒരു ഇൻ്റർനാഷണൽ കൺസ്യൂമറായി മാറി ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുമ്പോൾ അത് നിങ്ങളും കൂടെ ചേർന്ന് പാടാൻ ശ്രമിക്കണം.
കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് പാടുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ നാക്കിനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ട്രെയിൻ ചെയ്യുന്ന പോലെയും ഉണ്ടാകും. നമ്പർ 3, ഹ്യൂമൻ ഇൻട്രാക്ഷൻ. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാലോചിച്ച് പാട്ടൊക്കെ പാടി നാക്കിന് ട്രെയിനൊക്കെ കൊടുത്തതിന് ശേഷവും നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ച് ശീലമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി വരുത്തണമെന്ന് കരുതുന്നത് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്പർ 4, യൂസ് ഇൻഡയറക്റ്റ് സ്പീച്ച്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമെന്ന് കരുതിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പീറ്റ് ചെയ്യാൻ ആരംഭിക്കൂ. അതായത് ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ കാണുന്നു, അതിൽ വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് വന്നാൽ നിങ്ങൾ വെൻ ഹി വാസ് എ ചൈൽഡ് എന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയണം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് 5 to 10 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണോ കണ്ടത് അത് സമ്മറൈസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ സംസാരിച്ച് ഒരു വിഷയത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ചെറിയ ചെറിയ സെൻറ്റൻസിൽ തുടങ്ങി അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് വീഡിയോ ഇൻഡയറക്റ്റായി ഇംഗ്ലീഷിൽ സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കൂ. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചായി നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാം. ഈ പറഞ്ഞ 4 പോയിന്റ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് കോൺഫിഡൻ്റായി സംസാരിക്കണമെന്ന ആഗ്രഹം നേടാവുന്നതാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അതിശക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.